കന്നി വോട്ടർമാരുടെയും യുവ വോട്ടർമാരുടെയും പിന്തുണ പ്രതീക്ഷ കൂട്ടുകയാണെന്ന് മലപ്പുറം മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി വി.പി. സാനു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ വാഹന പര്യടനത്തിനാണ് വി.പി. സാനു ഊന്നൽ നൽകുന്നത്. ആവേശമായിരുന്നു മഞ്ചേരി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പര്യടനം. കന്നി വോട്ടർമാർ ഏറെയുള്ള മണ്ഡലത്തിൽ യുവതയെ ഒപ്പം നിർത്തിയുള്ള പ്രചരണ പദ്ധതിയാണ് സ്ഥാനാർത്ഥിയും സംഘവും രണ്ടാം ഘട്ടത്തിലും പ്രാധാന്യത്തോടെ നടപ്പാക്കുന്നത്. മഞ്ചേരി NSS കോളേജിലെത്തിയ സ്ഥാനാർത്ഥിക്ക് വലിയ വരവേൽപ്പാണ് SFIയുടെ നേതൃത്വത്തിൽ നൽകിയിരുന്നത്. വിദ്യാർത്ഥികൾക്കൊപ്പം ക്യാമ്പസിൽ നിറസാന്നിധ്യമായ സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥനയ്ക്ക് പുറമെ വിദ്യാർത്ഥികളുമായുള്ള സംവാദത്തിനും ആശയവിനിമയത്തിനും സമയം കണ്ടെത്തി. അധ്യാപകരടക്കമുള്ളവർ ഇടതു സ്ഥാനാർത്ഥിക്കുള്ള സ്വീകരണത്തിൽ പങ്കാളികളായി. യുവതയേകുന്ന പിൻബലം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണെന്ന് വി.പി. സാനു പറഞ്ഞു. പരീക്ഷാ ചൂടിലേക്ക് നീങ്ങുന്നൊരു സമയമാണ്. ഈ പരീക്ഷാ ചൂടിൻ്റെ ഇടയിലും അതിനെയൊക്കെ മറികടക്കുന്ന വിധത്തിലുള്ള ആവേശവും ഇലക്ഷൻ ചൂടുമാണ് എല്ലാ ക്യാമ്പസിലും എന്ന പോലെ ഇവിടെ മഞ്ചേരി NSSലും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ക്യാമ്പസുകളൊക്കെ തന്നെ വലിയ ആവേശമാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നൽകുന്നത്. തീർച്ചയായും അവരിലൊരാളായി അവർ തന്നെയായി ഞാനും അവരും തമ്മിലുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരും സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തന്നെ അവരും വർക്ക് ചെയ്യുന്നു. അത് വളരെ ആവേശപൂർവ്വമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ മുന്നോട്ട് നയിക്കാനുള്ള വലിയ ഇന്ധനം ഈ ക്യാമ്പസുകൾ നൽകുന്ന വിദ്യാർത്ഥികൾ നൽകുന്ന പിന്തുണയാണ്. മഞ്ചേരി മണ്ഡലത്തിൽ വിവിധ കേന്ദ്രങ്ങളിലായിരുന്നു വി.പി. സാനുവിന്റെ വാഹന പര്യടനം. രാവിലെ തൃക്കലങ്ങോട് പഞ്ചായത്തിലെ ചാരങ്കാവ് നിന്ന് 7:30 പര്യടനം ആരംഭിച്ചു. 14 കേന്ദ്രങ്ങളിൽ നടന്ന പര്യടന ശേഷമായിരുന്നു NSS കോളേജിലെ പ്രചരണം. ജില്ലാ കോടതിയിലും സാനു സന്ദർശനം നടത്തി. ഉച്ചയ്ക്ക് ശേഷം പാണ്ടിക്കാട്, നെന്മിനി, കീഴാറ്റൂർ, എടപ്പറ്റ പഞ്ചായത്തുകളിലും മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലുമായി 18 കേന്ദ്രങ്ങളിലെ പര്യടന ശേഷം ആഞ്ഞിലങ്ങാടിയിൽ പ്രചരണം സമാപിച്ചു. LDF മണ്ഡലം കമ്മിറ്റി കൺവീനർ വി. അജിത് കുമാർ, ജസീർ കുരിക്കൽ, തൃക്കലങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് കോയ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. മലബാർ ന്യൂസ്, മഞ്ചേരി.